ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചെറുതുരുത്തി കലാമണ്ഡലം നീള ക്യാമ്പസിൽ കഥകളിയിൽ അരങ്ങ് തകർത്ത് വിദ്യാർത്ഥിനി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചെറുതുരുത്തി നീള ക്യാമ്പസിൽ അരങ്ങ് തകർത്ത കഥകളി അവതരിപ്പിച്ചത് നന്ദിത എന്ന വിദ്യാർത്ഥിനിയാണ്. ആദ്യകാലങ്ങളിൽ പുരുഷന്മാരാണ് കഥകളിയിലെ സ്ത്രീവേഷവും അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മാറ്റങ്ങൾക്കൊപ്പം സ്ത്രീകൾ തന്നെയാണ് കഥകളിയിലെ സ്ത്രീ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്നത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നൃത്ത അധ്യാപികയുമായ അജിത രവികുമാർ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് എത്ര വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ, നമ്മളെ വിളിച്ചിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അതിന് നമ്മളെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുകയും ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ അഭിമാന നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു മാതൃസ്ഥാപനമാകുമ്പോൾ കലാമണ്ഡലം പോലെയുള്ളത് അതെന്തൊരു പരിപാടിയാണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷമാണ്. ഇവർ എല്ലാ മാസവും ഈ ഒരു പരിപാടി നടത്താറുണ്ട്. അത് കുട്ടികൾക്കും അതൊരു പ്രചോദനമായിട്ടുള്ളതാണ്. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ വെച്ചിട്ടല്ല, പുതിയ കലാമണ്ഡലം വെച്ച് മാസക്കളി എന്നാണ് പറയുക. എല്ലാ മാസവും ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നു. അതന്ന് നമുക്ക് ഡാൻസും ഉണ്ടായിരുന്നു, കഥകളി ഉണ്ടാവും. ഏതൊക്കെയാണോ കുട്ടികൾക്ക് അത് അവരുടെ കലയെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അവർക്ക് സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു പരിഭ്രമവും ഒക്കെ മാറാനായിട്ടും കൂടുതലായിട്ട് അവർക്ക് അതിനോടുള്ള ആഭിമുഖ്യം തോന്നുന്നതിനായിട്ടും മറ്റേത് നമ്മൾക്ക് പരിപാടി എപ്പോഴെങ്കിലും രണ്ടാമത്തെ വർഷം അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് പുറത്തുള്ള ഒരു പരിപാടി കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനായിട്ടും ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ഞങ്ങളെല്ലാവരും പോയിരിക്കും. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാകാരന്മാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കഥകളിയിലെ വടക്കൻ കളരി അധ്യാപകൻ എം മുകുന്ദൻ കഥകളി അവതരണത്തെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് ഭാഗവതം കഥകളി അരങ്ങിലെത്തി. ഭീമനായി ആർ ആദിത്യൻ, ഹിഡുംബിയായി നന്ദിത എന്ന വിദ്യാർത്ഥിനിയുമാണ് കഥകളി അവതരിപ്പിച്ചത്. സംഗീതത്തിൽ വിനീഷ് ആൻഡ് കാർത്തിക്, ചെണ്ടയിൽ ആർദ്രജ്, ഇടയ്ക്കയിൽ ശ്രീശങ്കർ, മദ്ദളത്തിൽ കാശ്, ചുട്ടിയിൽ MA അർജുൻ തുടങ്ങിയവരാണ് കഥകളി അവതരണത്തിലെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ. ന്യൂസ് ഡെസ്ക് CCV.